നമ്മളിന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സിലെ ഓഗസ്റ്റ് 1 കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ഫസ്റ്റ് കേരളത്തിലെ ഭയങ്കര വോയിസ് വരുന്നുണ്ട് വണ്ടിൻ്റെ. കേരളത്തിലെ അവോക്കാഡോ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? അമ്പലവയൽ എവിടെയെന്ന്? വയനാട് ജില്ലയിലാണ് അവോക്കാഡോ നഗരം, അമ്പലവയൽ. അടുത്തത്, സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജിൽ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തെ അകത്തും പുറത്തും മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ പദ്ധതി കൊണ്ടുവന്നു. അഥവാ സാധാ പഠനത്തിനല്ല, ഉപരിപഠനത്തിനാണ്. അപ്പം എന്താണ്? ധനുസ് 2 S ഉണ്ട്. അപ്പോൾ ഉപരിപഠനമാണ്. അപ്പോൾ ധനുസ്. പിന്നെ ഇന്ത്യൻ മൊബൈൽ സംസാരിച്ചാൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 30 വർഷം. ഇന്ത്യൻ മൊബൈൽ സംസാരിക്കൽ തുടങ്ങിയിട്ട് 30 വർഷം. നമ്മളെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുള്ള സംഭവമാണ് മൊബൈൽ. അത് എത്ര വർഷമായി? 30 വർഷം. ആദ്യമായിട്ട് ഇന്ത്യയിൽ മൊബൈൽ ഫോൺ സംസാരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ 1995 ജൂലൈ 31 ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസ് കൊൽക്കത്തയിലെ റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ ഇരുന്നു കൊണ്ട് ഡൽഹിയിലെ സഞ്ചാർ ഭവനിലെ കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ മന്ത്രിയായിരുന്ന സുഖറാമിന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലാണ് 1995 ജൂലൈ 31 ആദ്യമായിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതിൻ്റെ സർവീസിൻ്റെ പേരാണ് ഇന്ത്യൻ ഓസ്ട്രേലിയൻ സംയുക്ത കമ്പനി. അതിൻ്റെ സർവീസിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ ഓസ്ട്രേലിയൻ സംയുക്ത കമ്പനി. ആദ്യത്തെ മൊബൈൽ ഫോണാണ് കേട്ടോ മോദി ടെലസ്ട്രാ. പിന്നെ കേരളത്തിൽ ആദ്യമായിട്ടാണെങ്കിൽ ആ വർഷമല്ല, 1996 സെപ്റ്റംബർ 17 സാഹിത്യകവി ശിവശങ്കരൻ പിള്ളയാണ് അഡ്മിറലിന് ഡാൽഡനുമായിട്ടാണ് സംസാരിക്കുന്നത്. അതിൻ്റെ സർവീസിൻ്റെ പേരാണ് എസ്കോട്ടൽ. സർവീസിൻ്റെ പേര് എസ്കോട്ടൽ. അടുത്തത് 1995. ഈ ഒരു സമയത്ത് എന്താണ്? ഫോൺ സംസാരം മാത്രമേ നടന്നിട്ടുള്ളൂ. നെറ്റ് വന്നിട്ടില്ല. അപ്പം നെറ്റ് എന്ന് കിട്ടുകയെന്ന് വെച്ചാൽ 1995 ഇന്ത്യയിൽ കിട്ടുന്നതാണ് കേട്ടോ പറയുന്നത്. 1995 ഓഗസ്റ്റ് 15 വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് വഴിയാണ് ഇന്ത്യയിൽ ആദ്യമായി വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് വഴിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് കിട്ടുന്നത്. 2025 ജൂലൈ ശാസ്ത്ര സീമാബാൾ ഡയറക്ടർ ജനറലായി തിരഞ്ഞെടുത്ത ആളുടെ പേരാണ് സഞ്ജയ് സിംഗാൾ. 2025 ജൂലൈയിൽ ശാസ്ത്ര സീമാബാളായിട്ട് ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട പേരാണ് സഞ്ജയ് സിംഗാൾ. ജലമലിനീകരണം തടയുന്നതിനും സിന്ധു നദിയുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്ന ലഡാക്ക് ഓഗസ്റ്റ് 12 സഫായി ആന്തോളന ദിനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജലമലിനീകരണം തടയണം, അതുപോലെ സിന്ധു സംരക്ഷണം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഓഗസ്റ്റ് 12 സഫായി ആന്തോളന ദിനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലഡാക്കാണ്. പിന്നെ ഡോക്ടർ MS സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായിട്ട് ആദരിക്കാൻ തീരുമാനിച്ച ഒരു സംസ്ഥാനമുണ്ട്. ഏതാണ്? മഹാരാഷ്ട്ര. MS സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 2025 ജൂൺ ജൂലൈ മാസങ്ങളിൽ പാക് അധിനിവേശ കാശ്മീരിൽ പർവ്വതാരോഹണത്തിൽ മരണപ്പെട്ട ശീതകാല ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേതാവായ ജർമ്മൻ വനിതാ ബയാത്ലോൺ താരം ആരാണ്? ലോറ ഡാൽമേയർ. 2025 ജൂൺ ജൂലൈ മാസങ്ങളിൽ പാക് അധിനിവേശ കാശ്മീരിലെ പിന്നെ ഡോക്ടർ MS സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 2025 ജൂൺ ജൂലൈ മാസങ്ങളിൽ പാക് അധിനിവേശ കാശ്മീരിൽ പർവ്വതാരോഹണത്തിൽ മരണപ്പെട്ട ശീതകാല ഒളിമ്പിക്സിൽ സ്വർണം നേടിയ വ്യക്തിയുടെ പേരാണ് ലോറ ഡാൽമേയർ. അഥവാ 2025 ജൂൺ ജൂലൈ മാസങ്ങളിൽ പാക് അധിനിവേശ കാശ്മീരിൽ പർവ്വതാരോഹണത്തിൽ മരണപ്പെട്ട ശീതകാല ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ജർമ്മൻ വനിതാ ബയാത്ലോൺ താരമാണ് ലോറ ഡാൽമേയർ. അടുത്തത് RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. RPF എന്ന് പറഞ്ഞാലാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസിൻ്റെ ആദ്യ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസറാണ് സൊനാലി മിശ്ര. RPFിൻ്റെ ആദ്യ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ സൊനാലി മിശ്ര. റെയിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസിൻ്റെ ആദ്യ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ സൊനാലി മിശ്ര.